കേരള ക്രിക്കറ്റ് ലീഗിന്റെ വിജയത്തിന് ശേഷം വനിതാ ക്രിക്കറ്റ് ലീഗ് കൂടി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ തുടങ്ങുകയാണ്. കേരളത്തിലെ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്ക് വലിയ ആവേശം നൽകുന്ന ഒരു ടൂർണമെന്റ് ആയിരിക്കും. അതിന്റെ പ്രഖ്യാപനം ഇന്ന് നടക്കും. അപ്പം ഇന്ന് വനിതാ താരങ്ങളുടെ മത്സരം നടക്കുന്നുണ്ട്. അതിൽ അതിഥിയായി ഒട്ടേറെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. നമുക്കൊപ്പം മിന്നുമണി ചേരുകയാണ്, മലയാളത്തിന്റെ മിന്നുമണി. മിന്നുമണി, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങളെ കാണുന്നത് പോലും അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നാട്ടിൽ വരുമ്പോഴും തിരക്കാണോ? തിരക്കുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത ആണോ? തിരക്കുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഒരു 3-4 ദിവസമൊക്കെയാണ് വീട്ടിൽ സ്പെൻഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ടൈം ഫാമിലിയുടെ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. അല്ലാതെ അങ്ങനെ തിരക്കായിട്ട് അല്ല. മിന്നുമണി, നമ്മൾ നിൽക്കുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. ഇന്ന് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ വനിതാ ക്രിക്കറ്റ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം. പുതിയൊരു ലീഗ് തുടങ്ങാൻ പോകുന്നു. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇവൻ കഴിഞ്ഞ വർഷമാണെങ്കിലും ഈ വർഷമാണെങ്കിലും മാച്ചസ് എല്ലാം ഫോളോ ചെയ്യാറുണ്ട്. പറ്റുന്ന പോലെയൊക്കെ എല്ലാ മാച്ചസും തന്നെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ്, ഇവരുടെ മാച്ചസ് ഇത്രയും കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കാണുമ്പോഴത്തേക്ക്, ടൂർണമെന്റ് മുന്നോട്ട് പോകുന്നത് കാണുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ മനസ്സിൽ ഞാൻ ശരിക്കും എന്താ പറയുക മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഗേൾസിനും വിമൻസിനും കൂടി KCA ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുമായിരുന്നെങ്കിൽ അത് ഒരുപാട് നല്ലതായിരിക്കും. കാരണം ഇപ്പം WPL പോലത്തെ പ്ലാറ്റ്ഫോംസ് വന്നിട്ടുണ്ട്. അങ്ങനത്തെ മാച്ചസിലൊക്കെ നമുക്ക് കാണുവാണെങ്കിൽ ഇതേപോലെ ഡേ ആൻഡ് നൈറ്റ് മാച്ചസ് ആണ്. അപ്പം നമ്മുടെ പ്ലേയേഴ്സൊക്കെ അങ്ങനെ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്കും അവർക്ക് ഈ ഡേ ആൻഡ് നൈറ്റ് മാച്ചസ് കളിച്ചിട്ടില്ല, സ്പെഷ്യലി നൈറ്റിൽ അണ്ടർ ലൈറ്റ് ഒക്കെ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ വളരെ കുറവാണെന്ന് പറയാൻ പറ്റില്ല, ഒട്ടും തന്നെ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചാണെങ്കിലും ബാക്കിയുള്ള വളർന്നു വരുന്ന യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഇവിടുന്ന് ഈ ഒരു സ്റ്റേജിൽ നിന്ന് അവരതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു WPL അതേപോലെ തന്നെ ഇന്റർനാഷണൽ പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴത്തേക്കും അവർക്കത് ഡീൽ ചെയ്യാനും എല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഒരു വയനാട്ടിൽ നടത്തിയ ഒരു ക്യാമ്പാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് തന്നെ എത്രയേറെ താരങ്ങളെ നമുക്ക് സമ്മാനിച്ചത്. ഇപ്പം മിന്നു ആണെങ്കിലും സജിനയാണെങ്കിലും ജോഷിതയാണെങ്കിലും നജിലയാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ കളിച്ച് വളർന്ന ആളുകളാണ്. അപ്പോൾ ഈ വരുന്ന ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ഇതൊരു വലിയ മാറ്റം, പുതിയ താരങ്ങളെ സൃഷ്ടിക്കാനൊക്കെ വലിയൊരു മാറ്റം ഉണ്ടാക്കും. തീർച്ചയായിട്ടും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ എന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷനും വയനാട് ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനുമാണ്. കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അണ്ടറിൽ വരുന്ന അക്കാഡമി സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് എന്താ പറയാ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങും നല്ല രീതിയിലുള്ള ഗൈഡൻസും ഒരിക്കലും കിട്ടില്ലായിരുന്നു. കാരണം ഇപ്പോൾ നമുക്ക് എൻ്റെ മാനന്തവാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് കൃഷ്ണഗിരി വരെ ട്രാവൽ ചെയ്ത് പ്രാക്ടീസിന് എത്തുക എന്നൊക്കെ പറയുന്നതും അത്യാവശ്യം ടഫായിട്ടുള്ള കാര്യമായിരുന്നു ഇനീഷ്യൽ സ്റ്റേജസിൽ. കാരണം നമുക്ക് എന്താ പറയുക ഫാമിലിക്കാണെങ്കിലും എന്നും ഉള്ള ട്രാവലിംഗ് എക്സ്പെൻസൊക്കെ അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അക്കാഡമി സിസ്റ്റത്തിലോട്ട് ഞാൻ വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ നജില, നമ്മുടെ ജോഷിത, സജന, ഇവരെല്ലാവരും തന്നെയാണെങ്കിലും സജനേച്ചി അക്കാഡമി സിസ്റ്റത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ എങ്കിൽ കൂടി എന്താ പറയുക ഒരു വിമൻസിന്റെ വയനാട്ടിലെ ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് തന്നെയാണ് സജനേച്ചി ആണെങ്കിൽ ഇങ്ങനെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ജോഷിത, നജില അവരൊക്കെ അക്കാഡമിക് സിസ്റ്റത്തിലൂടെ വന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ ഒരു റൂട്ട്, ഒരു അടിത്തറ എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ളത് ഡിസ്ട്രിക്ട് അസോസിയേഷനും അതുപോലെ കേരള ക്രിക്കറ്റ് അസോസിയേഷനുമാണ്. ഓക്കെ, നമ്മള് കേരളത്തിൽ നമുക്കറിയാം, പൊതുവേ നമുക്ക് ഇന്റർനാഷണൽ താരങ്ങളുടെ ഒരു പഞ്ഞം ഉണ്ടായിരുന്നു. ഇപ്പം പുരുഷ ക്രിക്കറ്റിലാണെങ്കിൽ പോലും ടിനു യോഹന്നാൻ, S ശ്രീശാന്ത്, അത് ഇപ്പൊ സഞ്ജു സാംസൺ, അത് കഴിഞ്ഞാൽ മറ്റു പേരുകൾ ഇങ്ങനെ വന്നു തുടങ്ങുന്നത്. അപ്പോഴാണ് വനിതാ ക്രിക്കറ്റിൽ നമുക്ക് ഒട്ടും പരിചിതമല്ലാത്തൊരു മേഖലയായിരുന്നു. അവിടുന്ന് പുതിയ താരങ്ങൾ ഇങ്ങനെ ഉത്ഭവിച്ചു വരുന്നത്. ഈ മിന്നു എന്തുകൊണ്ടാണ് ഈ ക്രിക്കറ്റിലേക്ക് തിരിയണം എന്നുള്ളൊരു തോന്നൽ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? അങ്ങനെ തോന്നൽ എന്ന് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ ഞാൻ വീട്ടുമുറ്റത്ത് കളിക്കുമായിരുന്നു. അച്ഛന്റെ ഏട്ടന്റെ മകന്റെ കൂടെയാണ് കളിക്കുന്നത്. അവന്റെ പേര് ഷൈജു എന്നാണ്. അപ്പൊ അവനാണ് എന്നെ എന്നും കളിക്കാനായിട്ട് ഇങ്ങനെ മുറ്റത്ത് കളിക്കാൻ വേണ്ടിയിട്ട് അവനായിരുന്നു ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത്. ഞാനെന്നും അവന് ബോൾ എറിഞ്ഞു കൊടുക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ചെറുപ്പത്തിൽ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് കൂടുതലും വരാൻ കാരണം അവനാണ്. പിന്നെ എപ്പോഴും എനിക്ക് പെൺകുട്ടികളെ പോലെ ഇങ്ങനെ അടങ്ങിയിരുന്ന് കളിക്കണ ഒരു പ്രകൃതം അല്ലായിരുന്നു. ചാടല്, ഓടല്,
ഓടി കളിക്കുക. പിന്നെ ആൺകുട്ടികളുടെ കൂടെ തന്നെ ഈ ഓടലാണെങ്കിലും ഒക്കെ വയലിലും കാര്യങ്ങളിലൊക്കെ അങ്ങനെ മുറ്റത്ത് കളിച്ചിരുന്നത് നേരെ വയലിലോട്ടാവുന്നു വെക്കേഷൻ ടൈമിൽ. പിന്നെ അങ്ങനെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ അങ്ങനെ സ്കൂളിലെത്തുന്നു. ബാറ്റും റബ്ബർ ബോളും ആയിരുന്നോ? തീർച്ചയായിട്ടും ഒത്തിരി അടി കൊണ്ട്, പ്ലാസ്റ്റിക് ബോള് അതിനൊക്കെ അത് വെച്ചൊക്കെ ഒരു അടി കൊണ്ട് അറിയാലോ. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മുടെ തെങ്ങിന്റെ മടല്, ബാറ്റ്, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തുടക്കം. അതെ അതെ തീർച്ചയായിട്ടും. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒരുപാട് എന്താ പറയാ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ കുപ്പായത്തിൽ കളിക്കാം, കേരളത്തിന് വലിയ അഭിമാനമായി മാറുക എന്ന് പറയുമ്പോൾ വലിയ, ഞാൻ തെരഞ്ഞെടുത്ത റൂട്ട് ശരിയായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ സ്വയമേ തീരുമാനിച്ച ഒരു ഡിസിഷൻ ആയിരുന്നു ഇത്, അതായത് ക്രിക്കറ്റ് കളിക്കണം എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി ഫാമിലിയിൽ നിന്നൊന്നും ഒട്ടും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ വരുന്നത് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ട്രൈബ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ എന്ന് പറയുന്നത് പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുക, 18 വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിക്കുക, കുടുംബമാവുക, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയാണ്. പക്ഷെ അതിൽ നിന്നും, അതായത് ഞാനായിട്ട് സ്വയമേ തിരഞ്ഞെടുത്തൊരു ഫീൽഡാണ് ഇത്. പക്ഷേ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് എൻ്റെ പാരൻസിനോടാണ്. കാരണം അതായത് ഞാൻ തിരഞ്ഞെടുത്തു, അവരാദ്യമേ ഒന്നും അതിന് സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ തുടർന്ന് എൻ്റെ ഓരോ അച്ചീവ്മെന്റ്സ്, അതായത് ഞാൻ ഡിസ്ട്രിക്ട് കളിക്കുന്നു, അതിനുശേഷം സ്റ്റേറ്റ് ക്യാമ്പ്, സ്റ്റേറ്റ്, പിന്നെ ഓരോ ലെവല് അച്ചീവ് ചെയ്യുന്ന കണ്ടപ്പോഴേക്കും അവർക്ക് തന്നെ മനസ്സിലായി ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ അവരെന്നെ എൻ്റെ ആ ഒരു ഡിസിഷനെ സപ്പോർട്ട് ചെയ്ത് വിശ്വസിച്ച് കൂടെ നിന്നു. ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് വീട്ടുകാരാവും. തീർച്ചയായിട്ടും എനിക്കും പേഴ്സണലി, അതായത് ഇപ്പോൾ അവർക്ക് കിട്ടുന്ന സോഷ്യലായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയുക, ആസ് എ ഡോട്ടർ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു അംഗീകാരം അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഇന്ത്യൻ താരമായി പോകുന്നു, ഭാഷയൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു? ഒപ്പം ഉണ്ടായിരുന്ന കളിക്കാര് മിക്കവാറും ഹിന്ദി ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവും. ഭാഷയ്ക്ക് ഒരു വെല്ലുവിളി ആയിരുന്നു തുടക്കത്തിൽ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അണ്ടർ-16, അണ്ടർ-19 കാറ്റഗറി കളിക്കുന്ന സമയം തൊട്ടേ പുറത്ത് 1 മന്ത് ക്യാമ്പ്, അതായത് നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി ക്യാമ്പ്, സൗത്ത് സോൺ ക്യാമ്പ്, അതുപോലുള്ള ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട്. പങ്കെടുക്കുന്ന സമയത്ത് അന്നേരം ഒന്നും ഒട്ടുമേ ലാംഗ്വേജ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല. ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അറിയണം, ഇല്ലെങ്കിൽ ഹിന്ദി അറിയണം. രണ്ടും നമുക്ക് കുറച്ച് വേർഡ്സും കാര്യങ്ങളും അറിയാന്നുള്ളതൊക്കെ കണക്ട് ചെയ്ത് ഒരു സെന്റൻസ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ നേരെ മറിച്ച് ഈ ക്രിക്കറ്റാണ് എൻ്റെ ആ ഒരു കാര്യത്തിലും നല്ല രീതിയിൽ സ്വാധീനിച്ചത്. കാരണം ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും എല്ലാവരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അതിനും കാരണം ക്രിക്കറ്റ്. ഒരു ഭാഷ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? അതെ അതെ തീർച്ചയായിട്ടും. അതിനപ്പുറത്തേക്ക് ഇല്ലല്ലോ. ഇല്ല അതെ. ക്രിക്കറ്റ് കളിക്കുന്നതിനായിട്ട് വലിയ പ്രയാസമായിരുന്നു ഭാഷ പഠിച്ചെടുക്കാൻ. തീർച്ചയായിട്ടും. അതെ വലിയ പ്രയാസമായിരുന്നു. ആദ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. നമ്മൾ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നമുക്ക് അതായത് നമ്മുടെ മനസ്സിൽ കാര്യങ്ങളുണ്ടെങ്കിലും മനസ്സിൽ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും നമ്മളെ ഐഡിയാസ് ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരു പുറത്തത്തെ ഒരു ടീമിൽ പോയി കളിക്കുമ്പോഴത്തേനും നമുക്കത് നല്ല രീതിയിൽ അവരോട് കൺവേ ചെയ്യാൻ സാധിക്കില്ല. അതായത് കൺവേ ചെയ്യാനുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവില്ല ഈ ലാംഗ്വേജിന്റെ പ്രോബ്ലം കാരണം. പക്ഷെ ഇപ്പൊ അതൊന്നും ബാധിക്കുന്നില്ല. അതൊക്കെ നല്ല രീതിയിൽ ക്ലിയർ ആയി. വളരെ സന്തോഷം. സ്കൂളിൽ തന്നെയാണെങ്കിൽ ഒരിക്കലും ഇതുപോലെ ആവില്ല എന്തായാലും. മിനു, അതുപോലെ ഈ കഴിഞ്ഞ ലോകകപ്പ് ഈ വരുന്ന ലോകകപ്പ് അതിന്റെ സ്ക്വാഡിൽ ഞങ്ങൾ മിനുവിനെ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾക്ക് നിരാശയുണ്ട്. അതിപ്പോ നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല, നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല. നമ്മളുടെ എന്താ പറയാ ഒരു സമയം ഓൾമോസ്റ്റ് എത്തി, സ്റ്റാൻഡ് ബൈയിലുണ്ട്, ക്ലോസ് ആണ്. പക്ഷെ ഇനിയും എന്താ പറയാ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് തുടരുക, ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ മനസ്സിൽ വെച്ചിട്ടുള്ളൂ. അങ്ങനെ തന്നെയാണ്. ഇപ്പം ഇന്ത്യൻ ടീമിലേക്ക് വരുന്ന സമയത്ത് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ, അവിടെ നിന്ന് തുടങ്ങി സ്മൃതി മന്ദാന, ഷെഫാലി, ജമിയ റോഡ്രിഗസ് തുടങ്ങിയ താരങ്ങളൊക്കെ, അവരൊക്കെ നൽകുന്ന സീനിയർ താരങ്ങളൊക്കെ നൽകുന്ന ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? നല്ല രീതിയിലാണ്. ഞാൻ എന്നൊക്കെ ടീമിൽ ഒരുപാട് സീരീസ്, ഒരു 4-5ഓളം സീരീസ് ഇന്ത്യൻ ടീമിന്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അതിലൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നും. ക്യാപ്റ്റൻ ആണെങ്കിലും ജമീമ, ഹർമൻദി, സ്മൃതി, അവരൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അവിടെ ചെന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആരാണ് ടീമിലെ ബെസ്റ്റ് കമ്പാനിയൻ, ടീമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താരം, അല്ലെങ്കിൽ ഒപ്പം മുഴുവൻ സമയത്ത് ഒപ്പം ഉണ്ടാകുന്ന ഒരു താരമാണ്? മുഴുവൻ സമയത്തൊന്നും പറയാൻ പറ്റില്ല. എന്നാലും എന്താ പറയാ ഭയങ്കര ജോളി ടൈപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് ജെമിയാണ്. അതെ എല്ലാരോടും ആള് അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്കും ഭയങ്കര, നമ്മളെയും ഇപ്പൊ ഒരു പുതിയ ആള് വരുവാണെങ്കിലും ആ ആളെയും കൂടെ എന്താ പറയാ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആക്കും.
ഈ ഒപ്പം കളിക്കുന്ന ആളുകൾക്ക് നമ്മൾ കേരളത്തിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ലേ? നമ്മളെ നാടിനെ കുറിച്ച് ഭക്ഷണത്തെ കുറിച്ചൊക്കെ അവർ ചോദിക്കുമായിരിക്കല്ലോ. ഓ തീർച്ചയായിട്ടും. നമ്മള് കേരള എന്ന് പറയുമ്പോൾ തന്നെ എല്ലാരും പറയുന്ന ഓ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെയാ ഞാൻ പറയുന്ന. പിന്നെ കേരളത്തിൽ നിന്ന് എവിടെയാണ് ഇപ്പൊ വയനാട് എന്ന് പറയുമ്പോൾ വയനാട് ഓൾസോ നല്ല സ്ഥലമാണ്. ഒരുപാട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഫുഡ് ഇപ്പൊ അരുന്ധതി റെഡ്ഡി ഇല്ലേ, ആള് ലാസ്റ്റ് 2 വർഷം നമ്മുടെ കേരള ടീമിന് വേണ്ടിയിട്ടാണ്. മലയാളിയായി തന്നെ പറയാം. അതെ, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പൊ ആളാണെങ്കിലും ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഇന്ത്യൻ ടീമിന്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് വർത്താനം പറയുന്ന സമയത്ത് ആളും ഇങ്ങനെ ഞാൻ പറയണ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ ഫുഡ്, അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ കാര്യങ്ങളൊക്കെ അങ്ങനെ ഭയങ്കര നല്ലതാണ്. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയണ ശ്രദ്ധിച്ചു. ഓക്കെ, വലിയ ഒരു നമുക്കറിയാം ഇപ്പൊ നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്ന ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികള് ഇപ്പം എല്ലാ അതിർവരമ്പുകളൊക്കെ കടന്ന് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിൽ ഒരു പ്രതിനിധിയാണ് യഥാർത്ഥത്തിൽ മിന്നുമണി. പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത്? കേരളത്തിൽ വളരെ സ്ട്രോങ് ആയി നിൽക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. അതായത് നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ല ഫെസിലിറ്റീസ്, ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കും നല്ല രീതിയിൽ ആ ഒരു ടൈമിലുള്ള നല്ല ഫെസിലിറ്റീസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇയർ ബൈ ഇയർ ഇത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്ലേയേഴ്സിനൊക്കെ വരുമ്പോഴത്തേനും പെട്ടെന്ന് സ്റ്റേറ്റ് ടീമിലേക്ക് വരുന്നവരാണെങ്കിലും ഈവൻ ഇന്റർനാഷണലിലേക്ക് വരുന്നവരും അവർ റെഡിയാണ്. ആ ഒരു ഫേസിൽ അവർ കഴിവ് തെളിയിക്കാനായിട്ട് റെഡി ആയിട്ട് വരുന്ന പ്ലേയേഴ്സാണ്. കാരണം അത്രയും തന്നെ വളർന്നു കഴിഞ്ഞു ഇപ്പോൾ ഉള്ള എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് അത് നല്ല രീതിയിൽ മാക്സിമം യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും ഫിയർലെസ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ഓരോ എക്സ്പീരിയൻസും നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു, ഓരോ മാച്ചസും മുന്നോട്ട് പോകാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി മാച്ച് നമ്മൾ മേക്ക് ഷുവർ ഗ്രൗണ്ടിൽ നമ്മുടെ 100% ഇട്ടിട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത് കളി കഴിഞ്ഞ്. പിന്നെ ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥത ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനുള്ള റിസൾട്ട് വരും. തീർച്ചയായിട്ടും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു, ട്രെയിനിങ് ചെയ്യുന്നു, ഫിറ്റ്നസ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ പറ്റിക്കാതിരിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഉറപ്പുണ്ടായിരിക്കണം നമ്മൾ 100% ഇട്ടിട്ടാണ് അത് ചെയ്യുന്നതെന്നുള്ളത്. കാരണം ചില സമയത്ത് നമുക്ക് വേണം നമ്മുടെ കോച്ചസ് ആണെങ്കിലും ട്രെയിനേഴ്സ് ആണെങ്കിലും ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കള്ളത്തരം കാണിച്ചിട്ട് നമ്മൾ വേണം നമുക്ക് ചീറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അവര് നമ്മളെ ചെയ്യുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ ഉറപ്പുവരുത്തുക ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ എന്നെ തന്നെ ഞാൻ ഒരിക്കലും ചീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, ഇപ്പം ക്രിക്കറ്റ് മാത്രമല്ല, പലപ്പോഴും കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ നടക്കുന്ന പല കാര്യങ്ങളോടും മിന്നുമണിയുടെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വയനാട്ടിലെ വന്യജീവി ആക്രമണത്തിന്, പ്രത്യേകിച്ച് പഞ്ചാരക്കൊല്ലിയിലും കടുവ ഇറങ്ങിയ സമയത്ത് മിന്നുമണിയുടെ ഒരു പോസ്റ്റ് ഞങ്ങൾ എല്ലാവരും അത് വലിയ തോതിൽ ചർച്ച ചെയ്യും ഒരു ആവശ്യമാണ്. അപ്പോൾ വയനാടിന്റെ ഒരു പ്രയാസം വരുമ്പോൾ ഒപ്പം ഉണ്ട് ഏത് സമയത്തും. തീർച്ചയായിട്ടും. ഇനിയിപ്പോ എന്ത് തന്നെ ആണെങ്കിലും നമ്മള് നമ്മളെ കേരളം തന്നെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മള് വലിയ ഫ്ലഡ് കാര്യങ്ങളൊക്കെ തരണം ചെയ്ത്, കോവിഡ് എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ കൂടെ നിൽക്കേണ്ടതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. വയനാട്ടിലാകുമ്പോൾ പ്രത്യേകിച്ച് ഈ വന്യജീവി ആക്രമണത്തിന്റെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴും അതൊരു പൂർണ്ണ തോതിലേക്ക് ഇത് എത്തിയിട്ടില്ല. അതൊരു പേഴ്സണൽ പ്രയാസം കൂടിയാണ് യഥാർത്ഥത്തിൽ മിന്നുമണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയത് അല്ലെ? അമ്മായിയാണ് അല്ലേ? അതെ, അമ്മയുടെ ചേട്ടന്റെ വൈഫാണ്. അതെ, നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണല്ലോ ഇത്. പക്ഷേ വളരെയധികം വിഷമമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സംഭവിച്ചു. ഇനിയും പക്ഷേ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള നല്ല നടപടികളൊക്കെ എടുത്ത് നല്ല രീതിയിലോട്ട് ആക്കാൻ ശ്രമിക്കുക. അത്രമാത്രം നമുക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വയനാട് എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ മിക്കവാറും ഉള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ആണെങ്കിലും എല്ലാവരും ഫോറസ്റ്റിനോടൊക്കെ ചേർന്ന പ്ലേസിലൊക്കെയാണ് താമസിക്കുന്നത്. കൂടുതലും ആദിവാസി ആൾക്കാരൊക്കെ ആണെങ്കിലും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ സുരക്ഷ നല്ല രീതിയിൽ വരുത്തണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രം നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ മിന്നുമണി നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉള്ളത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ്. ഇവിടെ KCL ഫൈനൽ മത്സരം നടക്കാൻ പോവുകയാണ് നാളെ. അതിനു മുൻപ് ഇന്നാണ് വനിതാ ടീമിന്റെ പ്രദർശന മത്സരവും ഒരു വലിയ പ്രഖ്യാപനവും KCA വരുന്നത്. എന്തായാലും മിന്നുമണി അതൊരു അവസാനമായിട്ട് അതുണ്ടാക്കാൻ പോകുന്ന ഒരു മാറ്റം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഇനിയും കേരളത്തിലേക്ക് ഒരു അണ്ടർ 16 ലെവലിലേക്ക് 19 ലെവലിലേക്ക് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറിയ കുട്ടികളുണ്ടാവും.
അവരുടെയൊക്കെ മനസ്സിൽ ശരിക്കും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു ഫയറാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും. കാരണം അതിൽ നിന്നാണ് എല്ലാവരും എന്താ പറയുക വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഭയങ്കര എക്സ്പോഷർ തന്നെയായിരിക്കും വിമൻ ക്രിക്കറ്റിന് കേരളത്തിൽ മാത്രമല്ല. ഇപ്പോൾ KCL തന്നെ ഒരുപാട് സ്ക്വാഡ്സ് ഒക്കെ വരുന്നുണ്ട്. സ്ക്വാഡ്സ് ഒക്കെ മാച്ചസ് കാണാനും IPL ആ ഒരു നിലവാരത്തിലേക്ക് പ്ലെയേഴ്സിനെ കണ്ടെത്താനും ഒക്കെ തീർച്ചയായിട്ടും വിമണിന്റെ WPL ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സ്റ്റേജിലേക്കൊക്കെ നമ്മുടെ പ്ലെയേഴ്സിനൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല. ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടക്കാം എന്നെ സംബന്ധിച്ച്, അതായത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഒരു എന്താ പറയാ ഡ്രീം നടക്കാൻ പോകുന്നു എന്നൊരു പ്രതീതിയാണ് സത്യമായിട്ടും. സ്വാഭാവികമായിട്ട് കളിക്കാൻ ഇറങ്ങുമായിരിക്കല്ലോ. അടുത്ത സീസൺ ആയിരിക്കാം ഒരു പക്ഷെ ആദ്യ മത്സരം, അല്ലെങ്കിൽ ആ ലീഗ് പൂർണ്ണ തോതിൽ അടുത്ത സീസൺ ആയിരിക്കാം. അപ്പം മിന്നുമണി ഇവിടെ പാട് കെട്ടി ഇറങ്ങുമല്ലോ എന്തായാലും. തീർച്ചയായിട്ടും എന്റെ ആഗ്രഹം അത് തന്നെയാണ്. ഭയങ്കര ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കേരള ടീമിൽ കളിക്കുന്നതും ഒക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് റെയിൽവേ ടീമിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വർഷം കളിച്ചു, ഈ വർഷവും റെയിൽവേ ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കളിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ടീമിന്റെയും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്താ പറയുക മിസ് ചെയ്യണത്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്ലേയേഴ്സിന്റെ കൂടെ ഇനിയും ഒരുപാട് മാച്ചസ് കളിക്കണം. അപ്പോൾ ഈ വർഷം ഒരു ഓപ്പണിംഗ് മാച്ച് ഉണ്ട്, അതിലെന്തായാലും സാധിക്കില്ല. പക്ഷെ നെക്സ്റ്റ് ഇയറിലോട്ട് അത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും KCL വിമൻ ടൂർണമെന്റിന്റെ ഒരു ടീമിൽ ഒരു ഭാഗമാവാൻ സാധിക്കും വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതെ, വളരെയധികം ആഗ്രഹിക്കുന്നു. ഓക്കെ, മിന്നുമണി പറഞ്ഞതുപോലെ കേരളത്തിലെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾക്ക് മുന്നിൽ ഒരു എന്താ പറയാ ഒരു തീ എന്ന രീതിയിൽ ഒരു നൽകുകയാണ് KCA. അതങ്ങ് ജ്വലിക്കട്ടെ, ആളിപ്പടരട്ടെ, അല്ലെ? ഒരുപാട് താരങ്ങൾ പിറവിയെടുക്കട്ടെ കേരളത്തിൽ നിന്ന്. എന്തായാലും വളരെയധികം നന്ദി മിന്നുമണി. ഷാനു ഞെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.